ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരിതബാധിതരോട് സർക്കാരിന്റെ കടുത്ത അവഗണന. പുനരധിവാസം ആവശ്യപ്പെട്ട് ദുരിതബാധിതർ നടത്തുന്ന അനിശ്ചിതകാല സമരം 10 ദിവസം പിന്നിടുമ്പോഴും തിരിഞ്ഞു നോക്കാതെ അധികൃതർ. അതിനിടെ സമരപന്തലിന് തൊട്ടുമുന്നിൽ ദേശീയപാതയിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞത് കടുത്ത ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. അടിമാലി മണ്ണിടിച്ചിൽ ദുരിതബാധിത കുടിൽകെട്ടി സമരം ആരംഭിച്ച് 10 ദിവസമായിട്ടും ഇവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. ജനപ്രതിനിധികളായ എംപിയും MLAയും സമരപ്പന്തൽ സന്ദർശിച്ചു മടങ്ങിയതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സമരക്കാർ പറയുന്നു. തങ്ങളെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ച് രേഖാമൂലമുള്ള ഉറപ്പു ലഭിക്കാതെ സമരത്തിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഈ കുടുംബങ്ങൾ. സമരപ്പന്തലിന് തൊട്ടടുത്ത് ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിൽ പ്രദേശത്തെ കൂടുതൽ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലേക്ക് വലിയ തോതിലാണ് കല്ലും മണ്ണും ഇടിഞ്ഞു വീണത്. 3 മാസം വാടക മാത്രമേ ഞങ്ങൾ കൊടുത്ത് അത് പറഞ്ഞ് പറ്റിക്കുന്ന രീതിയിലാണ് ഇവർ വന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട പോലെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അധികാരികൾ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഇതിനു മുകളിലായി വലിയ വിള്ളൽ വീണ മൺകൂന ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. പ്രദേശത്ത് ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നത് ആശങ്കകൾക്കിടയാക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ തിരിഞ്ഞു നോക്കാത്ത പ്രതിഷേധവും സമരക്കാർ പങ്കുവയ്ക്കുന്നു. നമ്മുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ ഇത് ചെയ്തു തരാമെന്ന് ഒരു വാക്ക് പറയാമല്ലോ ഇവർ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധത്തിലുപരി കടുത്ത സങ്കടമുണ്ട്, അമിതമായ വിഷമമുണ്ട്. കഴിഞ്ഞ 3 മാസമായി കുടിശ്ശികയായിരുന്ന വീട്ടുവാടക തുക സർക്കാർ അനുവദിച്ചെങ്കിലും സ്ഥിരമായ പുനരധിവാസ കാര്യത്തിൽ ഒരു ഉറപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല. ജീവൻ കൊടുത്തും നീതി ലഭിക്കും വരെ പോരാടാനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം, ഇടുക്കി.